നേരെ ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലേക്ക് പോകുന്നു. മറ്റന്നാൾ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ കൂടുതൽ തെളിവ് തേടി SIT. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്തതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചതായിട്ടാണ് സൂചന. മനീഷ് മഹിപാൽ ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. വഞ്ചി തിരുനക്കര എന്ന് പറയുന്ന പോലെയാണ് കാര്യം. അന്വേഷണം നടക്കുന്നുണ്ട്, ഒരുപാട് VIP-കൾ അടക്കമുള്ളവർ അകത്താണ് എന്ന് പറയുമ്പോഴും അവിടെ നിന്ന് അടിച്ചുകൊണ്ട് പോയ ഭഗവാന്റെ സ്വത്ത് എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഒരു മറുപടി പറയാൻ SIT കഴിയുന്നില്ല. ആ മറുപടി തിരയലാണോ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള അവസാന ദിവസങ്ങളും SIT? മനീഷ്. ആഷ്മി, ഒട്ടേറെ സങ്കീർണതകൾ നിറഞ്ഞ കേസാണ്. അപ്പോഴാണ് ആ കേസിന്റെ അവസാന ഘട്ടത്തിൽ പുതിയൊരു ആരോപണം, വിഗ്രഹക്കടത്ത് ആരോപണം കൂടി വരുന്നത്. ഒപ്പം തന്നെ ഈ കേസിൽ പ്രതികൾ 10 പേർ പിടിയിലാണെങ്കിൽ കൂടി, അവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെങ്കിൽ കൂടി, ഈ നഷ്ടപ്പെട്ട സ്വർണം, ഒരു തരി സ്വർണം പോലും നിലവിൽ തിരിച്ചെടുക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഗോവർദ്ധൻ്റെ ബാംഗ്ലൂരിലെ ബെല്ലാരിയിലെ അയാളുടെ ഫ്ളാറ്റിൽ നിന്നും കണ്ടെടുത്ത സ്വർണ്ണമുണ്ട്. ഈ സ്വർണം ശബരിമലയിലെ സ്വർണത്തിന് തത്തുല്യമാണെന്നാണ് ഗോവർദ്ധൻ തന്നെ നൽകിയിട്ടുള്ള മൊഴി. പക്ഷേ അത് പോരാ, അന്വേഷണ സംഘത്തിന് അത് സാങ്കേതികമായി ശാസ്ത്രീയമായി തന്നെ തെളിയിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനാ ഫലം ഈ മാസം 8-ാം തീയതി വരും. അങ്ങനെ 8-ാം തീയതി ആ ശാസ്ത്രീയ പരിശോധന ഫലം വന്നാൽ, അത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് തെളിഞ്ഞാൽ അത് അന്വേഷണ സംഘത്തിന് ഏറ്റവും വലിയ അനുകൂല ഘടകമായി മാറും. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്ന് നഷ്ടപ്പെട്ട സ്വർണം പിടിച്ചെടുത്തതിൻ്റെ ആദ്യ ഘട്ടമായി മാറും. പിന്നീടും സ്വർണം കണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിൽ ഗോവർദ്ധനെയും ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും രണ്ടാമത് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ എടുത്തതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അന്വേഷണ സംഘത്തിന് ആരായാൻ വേണ്ടിയിട്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ ഡി മണിയും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ. ഒപ്പം തന്നെ 2019 ഈ രീതിയിൽ സ്വർണം പൂശാൻ എന്ന രീതിയിൽ ഉണ്ണികൃഷ്ണൻ കൊണ്ടുപോയി ആ രീതിയിൽ തിരിമറി നടത്തിയ സംഭവത്തിനെ തുടർന്ന് 2025 സമാനമായ തട്ടിപ്പ് നടത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു. അതാണല്ലോ പിന്നീട് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കോടതി ഈ അന്വേഷണത്തിലേക്ക് തന്നെ കടക്കാനുള്ള കാരണവുമായത്. അങ്ങനെ 2025 അന്നത്തെ 2025 ദേവസ്വം പ്രസിഡന്റുള്ള PS പ്രശാന്തിനെ ഒരു തവണ ചോദ്യം ചെയ്ത് വിട്ടയച്ചതാണ്. അതുകൊണ്ട് തന്നെ ആ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ PS പ്രശാന്തിനെ കൂടി ഒരു തവണ കൂടി വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യത ഇപ്പോൾ മുന്നിൽ കാണുന്നുണ്ട്. ഇനി മറ്റന്നാളാണ് ഈ കേസിൽ അന്വേഷണ പുരോഗതിയുടെ ഭാഗമായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിലാണ് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. സ്വാഭാവികമായി തന്നെ കഴിഞ്ഞ തവണ തന്നെ അന്വേഷണത്തിനുള്ള സമയം കൂട്ടി നൽകാൻ കോടതിയോട് ആവശ്യപ്പെടും. കോടതി അങ്ങനെയുള്ള അനുമതി നൽകാനുമാണ് സാധ്യത. ഈ കേസിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കേസിലെ 10 പ്രതികളിൽ ദുരൂഹമായ ചില കാര്യങ്ങൾ കൂടി SITയുടെ പക്കലുണ്ട്. കാരണം ഈ കേസിൽ രണ്ടാമത് വന്ന വിഗ്രഹക്കടത്ത് ആരോപണം ആദ്യത്തെ കേസിനേക്കാൾ കുറച്ചുകൂടി വലിയ ഗുരുതര സ്വഭാവമുള്ളതാണ്. 1000 കോടി രൂപയുടെ ഒക്കെ തന്നെ തട്ടിപ്പിയാൽ ശബരിമല മാത്രമല്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അടക്കമുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും കടത്താൻ ശ്രമിച്ചു എന്ന കാര്യങ്ങളാണ് പുറത്തു വന്നത്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഡി മണിയെ സംബന്ധിച്ച് ചില സൂചനകൾ അന്വേഷണ സംഘത്തിന് ലഭ്യമായതല്ലാതെ, ഇവരെ ഒരു തവണ വിളിച്ച് 10 മണിക്കൂറോളം ചോദ്യം ചെയ്തതല്ലാതെ, ഇവരുടെ വീടുകളിൽ പരിശോധന നടത്തിയതല്ലാതെ ഒരു തെളിവ് പോലും ഡി മണിയിൽ നിന്നോ ശ്രീകൃഷ്ണനിൽ നിന്നോ ബാലമുരുകിൽ നിന്നോ SITക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ ഇവരുടെ മൊഴിയും ഒപ്പം തന്നെ വിദേശ വ്യവസായം നൽകിയ മൊഴിയും ഗൗരവ സ്വഭാവമുള്ളതുകൊണ്ട് തന്നെ കോടതിയെ അറിയിക്കാനാണ് തീരുമാനം. മറ്റന്നാളാണ് ഇത് സംബന്ധിച്ച അന്വേഷണ പുരോഗതി കോടതി വിലയിരുത്തുന്നതും ഇതിന്റെ റിപ്പോർട്ട് SIT കോടതിയിൽ ഹാജരാക്കുന്നതും. ഹാഷ്മി, ക്രിസ്റ്റീന. ഓക്കെ, മനീഷ് മഹിപാൽ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഈ പറയുന്ന ഗോവർദ്ധൻ അദ്ദേഹത്തിന്റെ റൊദ്ധം ജ്വല്ലറിയിൽ നിന്ന് കൊടുത്ത സ്വർണ്ണമൊക്കെ ചുമ്മാതാണ്, അതൊന്നുമല്ല യഥാർത്ഥ സ്വർണം എന്ന് SIT ഏതാണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥ സ്വർണ്ണം എങ്ങോട്ടേക്ക് പോയി, സ്വർണ്ണമാണോ, ദ്വാരപാലകരുടെ പാളികൾ അപ്പാടെ പോയോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടിയില്ലാതെ നിൽക്കുകയാണ്. മറ്റന്നാൾ കോടതിയിൽ കൊടുക്കുന്ന അന്വേഷണ പുരോഗതി റിപ്പോർട്ട് അതിൽ നിർണായകമാണ്. ഇതിനൊക്കെ അപ്പുറമായി ഇതിനകത്ത് ഇന്റർനാഷണൽ മാഫിയ അതുണ്ടോ എന്നുള്ള കാര്യവും ഇതൊക്കെ അറിയാൻ ഇരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.